Hi, welcome to Saji's Innovations. Saji's Innovations in a cooking video like Unakkameen Chammanthi. Unakkameen Chammanthi is my favorite. Unakkameen is taste. Chammanthi is Chammanthi cherry meal cherry Unakkameen. We have side dish item. We have sushi sushi This is Unakkameen. This is Unakkameen. This is Koruva and the Barim. Random and Wangi session on night with Tiaki, Karigi, Indum Onakirtana. The random Ormichal and Dakan and Dakan Dakan, education preparation of Koruliana, one way one at the Mukam in the Kiana. Now, we will dry roast, dry fry pan medium flame, low to medium flame. Light brown light brown അതേ പാത്രം വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ട് തുലിയും അതുപോലെ വറുത്തെടുക്കുക കേട്ടോ. തീ എപ്പോഴും ലോ ടു മീഡിയം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ നെത്തോലിയും ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു 15 മിനിറ്റോളം എടുത്തു കേട്ടോ. കുറച്ചും കൂടെ സമയം എടുക്കും ചെമ്മീനേക്കാളും. അപ്പോൾ ഇതിനെ നമുക്ക് പാത്രത്തിൽ ഇതേ പാത്രം തന്നെ വീണ്ടും അടുപ്പത്ത് വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വറ്റൽമുളക്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ഉപയോഗിക്കാം. ഞാൻ വറ്റൽമുളക് ചെയ്യാൻ പോകും. ഒരു 15 മുളകുകൾ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ്. ഫ്ലെയിം നമ്മൾ പരമാവധി കുറച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇതും നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരു ബ്രൗൺ ചെറിയ ബ്രൗൺ നിറം ആകുന്നവരെ ഒന്ന് വറുത്താൽ മതി കേട്ടോ. ഇത് നമ്മളെല്ലാം തന്നെ ഡ്രൈ ഫ്രൈ ചെയ്യണേ, ഒന്നിലും എണ്ണ യൂസ് ചെയ്യണേ. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മുളകും ഏതാണ്ടൊന്ന് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇത്രയാണ്. ഇതൊക്കെ പൊടിക്കാൻ പാകത്തിൽ ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ തണുക്കാൻ വയ്ക്കും. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ആദ്യം വറുത്ത് വെച്ചതാണ്. അങ്ങനെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഇടുവാണേ. ഇതിനെ മിക്സിക്ക് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കും. അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് പൗഡർ ആവാൻ പാടില്ല. ചെറിയ കഷ്ണങ്ങൾ കിട്ടുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത്രയും മതി കണ്ടോ. ഇനി നമ്മൾ ഇതുപോലെ ഈ നെത്തോലിയും ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ചെമ്മീനും നെത്തോലിയും ഇങ്ങനെ കുറച്ച് തരിയിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി വലിയ പാൻ അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ്. ഇളക്കാനുള്ള എളുപ്പത്തിന് വലിയ പാൻ വെച്ച കേട്ടോ. നമ്മളിതിലേക്ക് ആദ്യം പോകുന്നത് ചെറിയ തേങ്ങ, ഒരു 4 കപ്പ് തേങ്ങ ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് 1 കപ്പാണ് നമ്മൾ ഉണക്കമീൻ എടുത്തതെങ്കിൽ അതിന് 2 കപ്പ് തേങ്ങ ആ കണക്കിലെടുത്തത്. ആകെ 1 കപ്പേ ചെയ്യുന്നുള്ളെങ്കിൽ 2 കപ്പ് ഇട്ടാൽ മതി കേട്ടോ. തേങ്ങയിലേക്ക് ഇടാണ്. ഇതിലേക്ക് ഞാൻ ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കുകയാണേ. 10 അല്ലി ചെറിയ ഉള്ളിയാണേ. ഒരു 10 അല്ലി തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിട്ട് കൊടുക്കുക. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുള്ളവർ ഒഴിവാക്കുക കേട്ടോ. കുറച്ച് പുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ ചെറുതായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. കുറച്ചധികം കറിവേപ്പില ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഇത് ഉണക്കമീനിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും. നോക്കിയതിന് ശേഷം വേണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി കുറച്ച് ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യാണ്. ഒരു 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്
ഭയങ്കര ഡാർക്കായിട്ട് ബ്രൗൺ ആവരുത്, ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. അതൊരു നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കണം, അതിൽ കരിഞ്ഞു പോകും കേട്ടോ. നമ്മൾ തേങ്ങയപ്പോഴേ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇത്രയും പോയാൽ മതി കേട്ടോ. ഈ സമയം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മുളക് ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുമായിട്ട് ചേർത്തിട്ട്. നമ്മൾ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഈ മിക്സിന് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം ഇതിന് മിക്സിക്കൊന്ന് പൊടിച്ചെടുക്കണം. പൊടിക്കുമ്പോൾ ഒത്തിരി പൗഡറായി പോകരുത്, ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അടക്കത്ത രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ മിക്സിനെ മിക്സിക്ക് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആയാൽ മതി. ചെറിയൊരു തരി ഉണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഇതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് പകുതി വീതം 2 ബൗളിൽ ഇടാൻ പോകണേ. ഇത് 2 ടൈപ്പ് മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ ഒറ്റ ടൈപ്പ് ചെയ്യുന്നുള്ളൂവെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി വേറെ കാര്യം ഇടയ്ക്ക് പറയാം, നിങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ചട്നി അല്ലെങ്കിൽ ചമ്മന്തി ആണ് നോക്കുന്നതെങ്കിൽ ഇത് വറുക്കേണ്ട ആവശ്യമില്ല, എല്ലാം പച്ചക്കറി ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഒന്നിലേക്ക് നമ്മുടെ എന്താ പറയുക നെത്തോലിയുടെ വറുത്തതും ഇതിലേക്ക് ചെമ്മീൻ്റെ പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് കറിവേപ്പില ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ കറിവേപ്പില ഒരു ഭംഗിക്ക്, കറിവേപ്പില ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ പ്രത്യേക സുഖമാട്ടോ. കുറച്ച് ഇതിലേക്കും കൈ കൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ 2 തരം ചമ്മന്തിയും റെഡിയാണ്. ചമ്മന്തി പൊടി എന്ന് പറയാം, റെഡിയാണ്. ഒരു ഡിഷിലേക്ക് മാറ്റിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഉണക്കമീൻ കൊണ്ടുള്ള 2 തരം ചമ്മന്തികൾ അടിപൊളിയായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റാണ്. ഞാൻ കഴിച്ചു നോക്കിയിട്ട് ഒന്നൊരു ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല. വയറ് നിറച്ചും ചോറ് കഴിക്കാൻ ഈ ചമ്മന്തി മാത്രം മതി എന്ന് ഞാൻ പറയും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇത് കുറേ ദിവസം കേടുകൂടാതിരിക്കും. ഇത് എന്താ പറയുക, നമ്മൾ വെള്ളം ഒട്ടും തന്നെ ഉപയോഗിച്ചിട്ടില്ല, എണ്ണ അല്പം പോലും ഉപയോഗിച്ചിട്ടില്ല. അതായത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളിത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ആഴ്ചകളോളം ഒരു കേടുമില്ലാണ്ടിരിക്കും. യാത്രയൊക്കെ പോകുന്നവർക്ക് വളരെ നല്ലതാണ് ഉണ്ടാക്കി കൊണ്ടുപോകാൻ വേണ്ടി പുറത്തേക്കൊക്കെ പോകുമ്പോൾ. സോ ഇനി വേറൊരു സന്തോഷ വാർത്ത എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഞാൻ നിങ്ങളോട് എപ്പോഴും പരാതി പറയാറുണ്ട്, എൻ്റെ കുക്കിംഗ് വീഡിയോസ് ആരും കാണുന്നില്ല, ഗാർഡനിങ് വീഡിയോസ് മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത്, 2 ദിവസം മുമ്പ് ഞാൻ ചീരച്ചേമ്പിൻ്റെ തോരൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. 2 ദിവസം കൊണ്ട് ഒരു 6000 വ്യൂസ് അതിന് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഒരു അക്സെപ്റ്റൻസ് എൻ്റെ വീഡിയോസിന് കിട്ടുന്നത്. സോ താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും. താങ്ക് യു. സോ ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജി.